ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഉപവാസ പ്രാർത്ഥനകളെക്കുറിച്ചുള്ള ഒരു പഠന പരമ്പരയിലൂടെയാണ് നാം കഴിഞ്ഞ ദിവസങ്ങൾ കടന്നുപോയത്. തിരുവചനത്തിൽ ഉപവാസ പ്രാർത്ഥനയ്ക്കുള്ള അതിമഹത്തായ പ്രാധാന്യം എത്രമാത്രമാണെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നാം നടത്തിയ പഠനങ്ങൾ തീർച്ചയായും വെളിപ്പെടുത്തുന്നുണ്ട്. പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല ദൈർഘ്യങ്ങളുള്ള ഉപവാസ പ്രാർത്ഥനകൾ പല കാലഘട്ടങ്ങളിൽ പല തുറകളിലുള്ള ദൈവത്തിൻ്റെ ഭക്തന്മാർ നയിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്ത ഉപവാസ പ്രാർത്ഥനകൾ എന്നിവയെക്കുറിച്ചൊക്കെയും നാം പഠിക്കുകയുണ്ടായി. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾ പോലും ഉൾപ്പെടുന്ന നയിക്കുന്ന ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ചും നാം പഠിച്ചു. അങ്ങനെ വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപവാസ പ്രാർത്ഥനകളിലേക്ക് നാം കടന്നു വന്നപ്പോൾ പഴയ നിയമത്തിൽ ഉപവാസ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്ന പ്രാധാന്യത്തെക്കാൾ ഉപരിയായിട്ട് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് താൻ പരസ്യ ശുശ്രൂഷയ്ക്ക് മുൻപ് അനുഷ്ഠിച്ച 40 ദിന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു വ്യത്യസ്തമായ ലക്ഷ്യം അവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ അവനെ തകർക്കുകയും ദൈവകൃപയിൽ നിന്ന് അവനെ അകറ്റിക്കളയുകയും ചെയ്യുന്ന പിശാചിനെ തകർക്കുവാനായിട്ട് ഉപവാസ പ്രാർത്ഥന ഉപയുക്തമാക്കുന്ന അതിമഹത്തായിട്ടുള്ള ഒരു മാതൃകയാണ് നാം അവിടെ കണ്ടത്. മാത്രമല്ല, യേശു കൽപ്പിച്ചു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീക്കി പോവുകയില്ല. അങ്ങനെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു പുതിയ ലക്ഷ്യം അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയുടെ പരിണാമം ഒരു പുതിയ രീതിയിലേക്ക് അവിടെ കർത്താവ് കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവിന് ഉപവാസ പ്രാർത്ഥനയിൽ വലിയ സ്ഥാനവും വലിയ പ്രാധാന്യവും ഉണ്ടെന്നുള്ളതും അവിടെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ കർത്താവിനെ പരിശുദ്ധാത്മാവാണ് ഈ നീണ്ട ഉപവാസ പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് പരിശുദ്ധാത്മാവ് തീരുകയാണ്. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഉപവാസ പ്രാർത്ഥനകളുടെ വ്യത്യസ്തത ബലഹീന ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയാണ്. കാരണം നാം കൃപായുഗത്തിലേക്ക് അവിടെ പ്രവേശിക്കുകയാണ്. പിശാചിനെ തകർക്കുവാൻ തക്കവണ്ണമുള്ള നമ്മുടെ സർവായുധ വർഗം നാം സമ്പാദിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആർജിച്ചുകൊണ്ടാണ്. All these days we have been seeing and discussing about the several fasting prayers found in the Bible. Fasting prayers of different durations, fasting prayers with different purposes and goals, fasting prayers which were held in different times, in different periods of history, always attaining compassion and mercy from the Almighty God, getting answers from the Almighty God. We have been seeing them at length, and needless to say, all these show the vital importance of fasting prayers in the spiritual life of a child of God. How important is a fasting prayer in our spiritual walk? That's what we were seeing all these days. How fasting prayers are used by men of God for different purposes in their spiritual walk. How they conquered the problems that were confronting them. Well, as we come to the last phase, today is the final message on fasting prayers. And here we find in the New Testament, Jesus Christ had used fasting prayers for a different purpose and a principle. We find that when Jesus Christ was filled with the Holy Spirit after his baptism in Jordan by John the Baptist, we see that the Holy Spirit led him to the wilderness and he fasted for 40 days and nights. So the Holy Spirit led him to this 40-day fast in which
he conquered Satan. So we see that in these fasting prayers, Holy Spirit has a very pivotal role to play. That's the fasting of the New Testament. In the Old Testament, we don't find that actually. So we find the Holy Spirit has got a prominent role in the New Testament fasting prayers. And we know that we are empowered by the Spirit to defeat Satan, who was defeating mankind from the days of Adam. So, Holy Spirit has a final say. He is the guiding force, He is the leading force for witnessing Jesus Christ in this world. And fasting prayer is a great tool or a great process through which we can attain the Spirit of God, that's the Holy Spirit, and strength to defeat Satan and go forward to witness Jesus Christ. അങ്ങനെ ഉപവാസ പ്രാർത്ഥനകളെന്ന് പറയുന്നത് പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുവാനുള്ള മുഖാന്തരങ്ങളാണ്. ഉപവാസ പ്രാർത്ഥനയിലൂടെ നാം ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല എന്ന് കൽപ്പിച്ച ആ യേശുവിൻ്റെ കൽപ്പന അനുസരിച്ച് സാത്താനെ തോൽപ്പിച്ച് വിശുദ്ധിയോടും വെടിപ്പോടും കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച് മുന്നേറുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന് ആത്മീയ ജീവിതത്തിൽ അതിമഹത്തായതും അതിപ്രധാനമായതുമായൊരു സ്ഥാനമുണ്ട്. ആത്മീയ ജീവിതമെന്ന് ഞാൻ പറയുമ്പോൾ ആത്മീയ ശുശ്രൂഷകളിൽ, ആത്മീയ സംഘടനകളിൽ, ആത്മീയ പ്രവർത്തനങ്ങളിൽ എന്ന് വേണ്ട ദൈവനാമത്തിൽ ദൈവത്തിൽ അധിഷ്ഠിതമായിട്ട് നടക്കുന്ന സർവ്വവിധ പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിന് അതിമഹത്തായ ഒരു സ്ഥാനമുണ്ട്. എന്നാൽ ആധുനിക ക്രൈസ്തവ സമൂഹത്തിൽ പരിശുദ്ധാത്മാവിന് ഉള്ള ആ സ്ഥാനം എത്രമാത്രമാണ് എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആദിമസഭ പ്രവർത്തിച്ചിരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്. ആദിമസഭയെ നയിച്ചിരുന്നത് പരിശുദ്ധാത്മാവാണ്. ആദിമസഭയെ ഭരിച്ചിരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. എന്നാൽ ആധുനിക സഭ എപ്രകാരമാണ് നയിക്കപ്പെടുന്നത്? ആധുനിക സഭയിൽ പരിശുദ്ധാത്മാവിന് എന്താണ് സ്ഥാനം? ആധുനിക സഭയിൽ ഉപവാസ പ്രാർത്ഥനയിലൂടെ എത്രമാത്രം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് തുടങ്ങിയ അനേക കാര്യങ്ങൾ ചിന്തനീയമാണ്. ഇന്ന് ഭാരതം ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്ന ജനാധിപത്യത്തിൻ്റെ അതിമഹത്തായ മൂല്യങ്ങൾ ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ ലോകമെമ്പാടും പടർന്നു പിടിച്ചിരിക്കുകയാണ്. തങ്ങളെ ഭരിക്കുവാനും നയിക്കുവാനും ജനങ്ങൾ തന്നെ വ്യക്തികളെ തിരഞ്ഞെടുക്കുകയാണ്. അവരാണ് തങ്ങളെ ഭരിക്കുന്നത്. അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിൻ്റേതായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഏകാധിപത്യത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും കൽമതിലുകളൊക്കെ ഇടിഞ്ഞുപോയി 21-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ജനാധിപത്യത്തിൻ്റേതായിട്ടുള്ള അതിമഹത്തായ പ്രകാശധാരയിൽ നാം മുൻപോട്ട് പോവുകയാണ്. സമ്മതിദാനാവകാശം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായവരെ തിരഞ്ഞെടുക്കുവാനും ആവശ്യമായ കാര്യങ്ങൾ നടത്തിയെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അത് മേൽക്കോയ്മയുടെയും അടിമത്തത്തിൻ്റെയും ഒക്കെയുള്ള കാലങ്ങൾ കഴിഞ്ഞുപോയി, അതിൻ്റെ മുഖങ്ങളൊക്കെ ഒടിഞ്ഞുപോയി. ഇത് ലോക ഭരണത്തെക്കുറിച്ചുള്ള കാര്യമാണ്. ലോകത്തിൽ രാജ്യങ്ങൾ ഭരിക്കപ്പെടുന്നതും ജനങ്ങൾ ഭരിക്കപ്പെടുന്നതുമായിട്ടുള്ള ആ അവസ്ഥയെക്കുറിച്ചുള്ള കാര്യമാണ് ഈ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് പറയുവാൻ കാരണമായി തീർന്നത്. ഈ ലോകത്തിൻ്റെ കാര്യം. ദീസ് ആർ ഓൾ വേൾഡ്ലി തിങ്സ്. യു സി ഹൗ ദ ഇലക്ഷൻസ് ഗൈഡ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. വി ചൂസ് ദ പീപ്പിൾ whom we want, who is going to rule us, who is going to make policies and decisions about us. So the choice is ours because the government is for the people. It is chosen by the people. And we have got the ultimate say. That's a democracy. Gone are the days of autocracy. Gone are the days of feudalism. And so we come to a modern era. There is democracy everywhere, where the people choose whom they want. Well, that is as far as the world governments are concerned. But when we come to the spiritual world, I take it in two different ways.
This is the worldly sort of thing what we see. What exactly we see in the world, the rights we have in this world to choose the people whom we want. But when it comes to spiritual world, it's not the same. ലോകപരമായിട്ട് എപ്രകാരമാണ് നാം ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതെന്നുള്ളത് നാം കണ്ടു കഴിഞ്ഞു. ജനാധിപത്യ പ്രക്രിയയിൽ നമ്മുടെ സമ്മതിദാനാവകാശം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിഷ്ടമുള്ളവരെ നമ്മുടേതായിട്ടുള്ള ആശയങ്ങൾ ഏറ്റവും പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് അനുയോജ്യമാരെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾ ഉപയോഗിച്ച് തിരഞ്ഞെടുക്കും. എന്നാൽ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും ആത്മീയ ശുശ്രൂഷയുണ്ട്, ആത്മീയ സംഘടനയുണ്ട്, ആത്മീയമായ ഭരണാധികാരികളുണ്ട്. അവരെ തിരഞ്ഞെടുക്കുന്നത് എപ്രകാരമാണ്? അതാണ് ഇന്നത്തെ ചിന്താവിഷയം. ബാബേലിൽ വെച്ച് ദൈവം ഒരു ഭാഷയായിരുന്ന ജനതയെ പല ഭാഷകൾ സംസാരിക്കുന്ന ജനതകളാക്കി അവരെ ലോകത്തിൻ്റെ അറ്റങ്ങളോളം ചിതറിച്ച് കളഞ്ഞു. അവിടെ നിന്നും എബ്രായ ഭാഷ സംസാരിക്കുന്ന എബ്രായ ജനതയെ അവൻ വേർതിരിച്ചു. മറ്റുള്ള ലോക ജനതകൾക്ക് അവർ മാതൃകാ മുദ്രയായി തീരുവാൻ അവൻ അവർക്ക് പ്രത്യേകമായി തൻ്റെ സ്വന്തം വിരൽ കൊണ്ട് എഴുതിയ കൽപ്പനകൾ നൽകി. അവരനുസരിക്കുവാൻ തക്കവണ്ണം, അവരെ പ്രബോധിപ്പിക്കുവാൻ തക്കവണ്ണം അവൻ പ്രവാചകന്മാരെ നിയോഗിച്ചു. തന്നെ ആരാധിക്കുവാനുള്ള ആരാധനയ്ക്കായി ജനത്തെ ഒരുക്കുവാൻ തക്കവണ്ണം അവൻ പുരോഹിതന്മാരെ നിയമിച്ചു. അങ്ങനെ ദൈവജനത്തിന് തനതായിട്ടുള്ള ഒരു രീതി ആ ജനതയിലൂടെ ദൈവം കാട്ടിത്തന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവജനത്തിന് അതെ മറ്റുള്ളവർക്കെല്ലാം മാതൃകയായി തീരുവാനാണ് അപ്രകാരം ഒരു ജനതയെ അവൻ വാർത്തെടുത്തത്. തൻ്റെ പ്രവാചകന്മാരിലൂടെ, തൻ്റെ പുരോഹിതന്മാരിലൂടെ അപ്രകാരമുള്ള അവസ്ഥയിൽ അവൻ ആ ഒരു ജനതയെ കെട്ടിപ്പടുത്തുവെങ്കിലും അവർ പാപത്തിൽ വീണ് ദൈവകോപത്തിനും ശിക്ഷയ്ക്കുരയായി അങ്ങനെ മുൻപോട്ട് പോകുവാനോ മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാനോ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ ദൈവം തൻ്റെ ഓമനപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു, യേശുക്രിസ്തുവിനെ. യേശുക്രിസ്തു വന്നു. അവൻ തൻ്റെ ജീവനെ യാഗമായിട്ട് നൽകിക്കൊണ്ട് ഈ ജനങ്ങളുടെ പാപത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അവൻ പ്രവർത്തിച്ചു. എന്നാൽ അവൻ്റെ വീട്ടിൽ നാനാ ജാതി മതസ്ഥരായ 10,000-കണക്കിന് ജനങ്ങൾ അവൻ്റെ കൂടെ കൂടി. അതുകൊണ്ട് അവൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അവൻ തിരഞ്ഞെടുത്തത് വെറും പാവപ്പെട്ടവരായ, സമൂഹത്തിൽ ആരുമല്ലാത്ത, ഒന്നുമല്ലാത്ത കുറച്ച് വ്യക്തികളെയാണ്. മൂക്കോന്മാർ, ചുങ്കക്കാർ, അങ്ങനെയുള്ള കുറച്ച് പേര്. We find that the single language which the people spoke ever since Adam was Eve were created in the Garden of Eden were completely divided, and many languages were formed at Babel, and the people were dispersed into different parts of the world, all speaking different languages. From them he chose the Hebrew speaking people, gave them his commandments, so that he wanted them to be a role model for the rest of the people of the world. And he gave them prophets, he gave them priests, so that they could be his people. It's a sort of theocracy. But they forgot God, they forgot his principles, they went after other gods. He punished them, but punishments were of no use. Finally, he sent his own son to the world to save them. He was killed, he was crucified. He rose again. There were thousands and thousands thronging around him. So, he told his disciples, see, I am going back to heaven, and you will have to wait here. The Holy Spirit will come upon you, and you will be my witnesses unto the uttermost parts of the world. താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിളിച്ചവരോട് പറഞ്ഞു, നിങ്ങളിവിടെ കാത്തിരിക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അപ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും, അങ്ങനെ നിങ്ങൾ എൻ്റെ സാക്ഷികളായിട്ട് ലോകത്തിൻ്റെ അറ്റത്തോളം പോകും. 3 കാര്യങ്ങളാണ് അവിടെ പ്രധാനമായി പറഞ്ഞത്. തൻ്റെ പിന്നാലെ വന്ന അജഗണങ്ങളെ സംരക്ഷിക്കുവാൻ, തൻ്റെ വലിയ സുവിശേഷം ലോകത്തെ അറിയിക്കുമ്പോൾ അതിനാവശ്യമായത് എന്താണ്? പരമപ്രധാനമായിട്ട് അവരോട് പറയുന്നത്, നിങ്ങൾ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പോയി ബിരുദമെടുക്കണമെന്നല്ല, ദൈവശാസ്ത്രം പഠിക്കണമെന്നല്ല, നിങ്ങളിവിടെ കാത്തിരിക്കണം,
അപ്പോൾ എന്തിനു വേണ്ടി കാത്തിരിക്കണം? ആർക്ക് വേണ്ടി കാത്തിരിക്കണം? പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരിക്കണം. പിതാവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് അപ്പോൾ നിങ്ങളുടെ അടുക്കൽ വരും, നിങ്ങളുടെ മേൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അങ്ങനെ നിങ്ങൾക്ക് ശക്തി ലഭിച്ചു കഴിയുമ്പോൾ അതേ യഹൂദിയയിലും ശമരിയയിലും എന്ന് വേണ്ട, അവസാനമായിട്ട് ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. You will be witnesses unto the uttermost parts of the earth. But the driving force behind that is the Holy Spirit. It is the Holy Spirit that's going to empower them. It's the Holy Spirit that is going to guide them. It's the Holy Spirit that's going to teach them. It's the Holy Spirit that is going to control them. They went and churches were formed around the world. And we find people were simply fascinated by the teaching because the Holy Spirit was in them. They all were captured by Jesus Christ, the love of Jesus Christ. And we find how these people chose leaders in the early church. We find them going to the different parts of the world. But how? It's not one or two. When they go to different countries, when they go to different places, they needed people to organize, to lead, and to take them on, lead them to this great phenomena, to lead them unto God. How was this possible? മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ദൈവസന്നിധിയിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം, അവർ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം കൂടുതൽ ആളുകളെ ആവശ്യമാണ്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് പോകുവാൻ തുടങ്ങി. അപ്പോൾ അതിനൊരു നിയന്ത്രണം ആവശ്യമുണ്ട്, അതിന് നിയമങ്ങൾ ആവശ്യമുണ്ട്, അതിന് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം വ്യക്തികളെ ആവശ്യമുണ്ട്. അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്? അവർ വോട്ടിനിട്ടാണോ തിരഞ്ഞെടുത്തത്? അതോ ഇന്നത്തെ ജനാധിപത്യ മൂല്യങ്ങൾ അവർ പ്രയോഗിച്ചാണോ അങ്ങനെയുള്ള ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ളവരെ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ലോകത്തിൻ്റെ അറ്റത്തോളം പോകുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ അവർ പോകുമ്പോൾ അവർ കർത്താവിന് വേണ്ടി നേടുന്നവരെ നയിക്കുവാൻ തക്കവണ്ണം എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്? അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ്, ഞാൻ ബർണ്ണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്കായി വേർതിരിക്കുവിൻ എന്ന് പറഞ്ഞു. അവരെ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് ജാതികളുടെ ഇടയിലേക്ക് അയക്കേണ്ടത്? ആരെയാണ് അയക്കേണ്ടത്? അതെ, ഈ വലിയ ശുശ്രൂഷ ജാതികളുടെ ഇടയിലേക്ക് നയിക്കുവാൻ തക്കതിനോണം, മറ്റു രാജ്യങ്ങളിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം എങ്ങനെയാണ് പോകേണ്ടത്? അവർക്ക് അറിഞ്ഞുകൂടാ. ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? ആരെയാണ് അയക്കേണ്ടത്? അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് കൽപ്പിക്കുകയാണ്, ഞാൻ ബർണ്ണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്കായി വേർതിരിക്കുമെന്ന് പറഞ്ഞു. 2 പേര് പറഞ്ഞു വരികയാണ്, ഇവരെ എൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിക്കുക. കർത്താവ് ശൗലിനെ വിളിച്ചപ്പോൾ അതിനെക്കുറിച്ച് അനന്യാസിനോട് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. കർത്താവ് അവനോട്, നീ പോകുക, ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുൻപാകെ എൻ്റെ നാമം വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഉപകരണമാണവൻ. ശൗലിനെ കുറിച്ച് അനന്യാസിനോട് പറയുകയാണ്. അപ്രകാരം ഒരു വലിയ വാഗ്ദത്തം ശൗലിൻ്റെ ജീവിതത്തിലുണ്ട്. അവൻ പൗലോസായി കഴിഞ്ഞപ്പോൾ അവൻ അതിൻ പ്രകാരം പ്രവർത്തിക്കുകയല്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവത്തിൻ്റേതായിട്ടുള്ള വിളിയിലുണ്ട്. ദൈവം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. യേശു കർത്താവ് അനന്യാസിനോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ അവനെ അധികാരപ്പെടുത്തി അയക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അവർ ഒരുമിച്ച് കൂടി ഉപവസിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് അവരെ വേർതിരിച്ച് ആ വേലയ്ക്ക് വേണ്ടി അയക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പിലും അവരെ അധികാരപ്പെടുത്തി അയക്കുന്നതിലും പരിശുദ്ധാത്മാവിനാണ് സുപ്രധാനമായ പങ്കുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം, അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിൽ അവരെ ഫലമേൽപ്പിക്കുകയും ചെയ്തു.
അതേ പുതിയ സഭകൾ തുടങ്ങുമ്പോൾ, പുതിയ കൂട്ടങ്ങൾ ആരംഭിക്കുമ്പോൾ, ദൈവത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ഉപവാസ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അവരെ കർത്താവിങ്കൽ ഫലമേൽപ്പിച്ചു വന്നത്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഈ തിരഞ്ഞെടുപ്പിൽ അമിതമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. കാരണം പരിശുദ്ധാത്മാവാണ് അവിടെ നയിക്കുന്നത്. ആധുനിക സഭകളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ തങ്ങളുടേതായിട്ടുള്ള ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ ആരാണ് പ്രവർത്തിക്കുന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. എവിടെയാണ് അങ്ങനത്തെ തിരഞ്ഞെടുപ്പ്? വോട്ടുകൾക്ക് വേണ്ടി പരക്കം പായുന്ന നേതാക്കന്മാർ, സഭാ നേതാക്കന്മാർ, തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുവാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന അതേ ആത്മീയ നേതാക്കന്മാർ, പരിശുദ്ധാത്മാവ് തങ്ങളെയാണ് ഫലമേൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതേ മത്സരിക്കാൻ ഒരു കൂട്ടറിറങ്ങുമ്പോൾ, അല്ല പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കാണ് ബോധ്യം തന്നിരിക്കുന്നത് പറഞ്ഞ് മറ്റൊരു കൂട്ടർ. ഇവരിൽ ആർക്കാണ് പരിശുദ്ധാത്മാവ്? അപ്പോൾ ജയിക്കുവാൻ വേണ്ടി, അധികാരങ്ങൾ പിടിച്ചു പറ്റുവാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും മനസ്സിലാക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള മാർഗങ്ങളാണ്. പരസ്യങ്ങളായാലും പ്രചരണങ്ങളായാലും പ്രവർത്തനങ്ങളായാലും ശരി, അവിടെ പരിശുദ്ധാത്മാവിന് യാതൊരു സ്ഥാനവുമില്ല. മാത്രമല്ല, പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നുവെന്ന് ബോധ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ പരിശുദ്ധാത്മ ശക്തി ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നു എന്ന് ബോധ്യമാണെങ്കിൽ അവരെ ബോധപൂർവം മാറ്റി നിർത്തുന്ന ഒരു കാലയളവിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ആരെങ്കിലും ആരാധനയിൽ സ്തോത്രമെന്നോ ഹല്ലേലൂയ എന്നോ അച്ചടി പ്രാർത്ഥനകളുടെ കൂടെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവനെ ദേവാലയങ്ങളിൽ തന്നെ മാറ്റി നിർത്തേണ്ടെന്ന ഒരു പ്രവണത. ഇവരെന്താ ഇത് പറയാനുള്ള കാരണം? ഇവനേതോ തകരാറുണ്ട് എന്ന് മനസ്സിലാക്കി മാറ്റി നിർത്തേണ്ടെന്ന ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു ചിന്താഗതിയിലേക്ക് വന്നിരിക്കുന്ന അവസ്ഥ. അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രവർത്തിക്കുന്നവരെ തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥ. ദ ബ്ലൈൻഡ് ലീഡിങ് ദ ബ്ലൈൻഡ്സ്. പരിശുദ്ധാത്മാവിനെ അതേ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് അനുഭവിച്ചറിയണം. പരിശുദ്ധാത്മാവില്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവുള്ളവരെ ഒരിക്കലും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. That's what I said, you see. Now the elections are done by electioneering. They don't bother about the presence of the Holy Spirit. The Holy Spirit has no say in the elections. What do? They just go for electioneering. You know what's the meaning of electioneering? Using any means to get their people elected. Whether it's money or influence or whatsoever. I don't want to go deeper into it. So we find, it's not in one church, it's not in one congregation. Even people who claim themselves to be guided by the Holy Spirit, who are led by the Holy Spirit, even add the name of the Holy Spirit in their ministries. We find massive competitions during the elections. They use all their means to attain power. They want power, not the power of the Holy Spirit, but the worldly power. They never leave themselves to the hands of God or to wait upon the Lord to be guided by the power of the Holy Spirit. Holy Spirit has no say at all. So much so we find that the church is crippling. Christianity is being degraded, and we find Christianity is being destroyed in different parts of the world. It's a diminishing community. Why? The Holy Spirit is no more the guiding force. അതുകൊണ്ട് ഇന്ന് ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മ നിറവുള്ള നേതാക്കന്മാരെയാണ്, പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന വ്യക്തികളെയാണ്. അപ്രകാരമുള്ളൊരു സംവിധാനത്തിലേക്ക് ആധുനിക ക്രൈസ്തവ സഭകളെ നയിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഈ പരമ്പര ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവും ദൈവം ഇത്രത്തോളം ഈ പരമ്പരയിൽ കൂടെ ഇരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അതേ കർത്താവെ, തിരുവചനത്തിൽ ഞങ്ങൾ പഠിച്ചിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ഉപവാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മാർഗരേഖകളാകുവാനും ആത്മീയ ശുശ്രൂഷയിൽ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ നയിക്കുവാൻ തക്കവണ്ണം യേശുവെ അത് മുഖാന്തരമായി തീരുവാനും, യേശുവെ അവിടുത്തെ സാക്ഷികളായിക്കൊണ്ട് ലോകമെമ്പാടും അവിടുത്തെ പൊന്മുഖത്തെ കാട്ടുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ഉപവാസ പ്രാർത്ഥനകളുടെ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ കർത്താവെ, ഈ പരമ്പരയിൽ കർത്താവെ പ്രേക്ഷകരായിട്ട് കേൾവിക്കാരായിട്ട് പങ്കെടുത്ത് എല്ലാവരെയും സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമമോഹത്തിനായിട്ട് കൂടുതലായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഈ ശുശ്രൂഷ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അതേ ഉപവാസ പ്രാർത്ഥനയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അനേകർക്ക് അങ്ങയെ കണ്ടെത്തുവാനും അങ്ങയുടെ വിശ്വസ സാക്ഷികളായി തീരുവാനും മുഖാന്തരം ഒരുക്കണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.